ഈ മധുരമുള്ള ആപ്പിളൊക്കെ ഉപ്പിലിടുവോ? അതെ, നിങ്ങളെല്ലാരും ഈ സാധനം ഉണ്ടാക്കി കഴിച്ചു കാണുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ വീഡിയോ നോക്കിയോ, സൂപ്പറാ. ഞാനിവിടെ ഒരു 3 ആപ്പിൾ എടുത്തേക്കുന്നത് കേട്ടോ. എടുത്തിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ചിട്ട് വേണം അരിയാനേ. ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ആരാണ്ട് പറഞ്ഞു കേട്ടു. പിന്നെ എല്ലാവരും ഇതാ ട്രൈ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിട്ടു. അത് കഴിഞ്ഞ് നല്ല ഐസ് വാട്ടറിനകത്തോട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവേ. പിന്നെ വേണ്ട നമുക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും അത് ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കണേ. അപ്പം 3 ആപ്പിൾ എടുത്തുകൊണ്ട് ഞാനൊരു 250 ml നമ്മുടെ വിനീഗർ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ഞുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. ഉപ്പിൻ്റെ അളവ് കൂടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് കലക്കി വെച്ചേക്കുന്ന വിനീഗറും കൂടെ ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി, ആപ്പിളൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി തിളപ്പിച്ചാറിച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഇതുപോലൊരു കുപ്പിയിലൊന്ന് കുലുക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത സെറ്റാണ്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്തത്. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കുന്നു കേട്ടോ. കളറ് ചെറുതായിട്ടൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാണെന്നറിയത്തില്ല. എന്തുവായാലും കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. സംഭവം കിടുവാന്നാണ് എല്ലാവരും പറയുന്നത്. കാണാനാണെങ്കിൽ ഈ കടൽ തീരത്തൊക്കെ കണ്ണാടി വരണിക്കകത്തിട്ട് വിൽക്കുന്ന കാണത്തില്ല, ഉപ്പിലിട്ടത് അതേ സാധനം. ബലേബേഷ് കൊള്ളാം.